പ്രസിഡന്റ് കെ സുധാകരൻ ചേരുന്നു. അല്ല, അതിനോട് എന്താ പ്രതികരിക്കേണ്ടതെന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കും. നിയമപരമായി ഇങ്ങനെ അത് തന്നെ പ്രതികരിക്കണമെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട്. ഞാൻ ഒരുപാട് കേസ് നടത്തി വളർന്നു വന്ന ആളാണ്. പിണറായി വിജയന് ബുദ്ധിയുള്ള കാലം മുതൽ എന്നെ കേസിൽ പ്രതിയാക്കുന്നുണ്ട്. ആ ഒരുപാട് ക്രിമിനൽ കേസിലായാലും എല്ലാ കേസിലും ഞാൻ പ്രതിയായിട്ടുണ്ട്. എന്നെ കേസൊന്നും ആരും പഠിപ്പിക്കണ്ട. ഞാൻ ലോയറുമാണ്, ഞാൻ പഠിച്ചവനുമാണ്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ലോ എഡ്യൂക്കേഷൻ എനിക്കുണ്ട്, അതൊക്കെ എനിക്കറിയാം. ഞാൻ കേസ് ഒരുപാട് നടത്തി ശീലമുള്ളവനാണ്. അതുകൊണ്ട് അതിലൊന്നും എന്നെ പേടിപ്പിക്കാനും പറപ്പിക്കാനൊന്നും ആരും നോക്കണ്ട. നിങ്ങളും നോക്കരുത്, അതിന് മെനക്കെടണ്ട കേട്ടോ. എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാലേ കേസ് പോവോ? എന്ത് കേസ് പോകുന്നു? കേസ് പോവോ? സുധാകരൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോവോ? അല്ല, ചോദ്യം ചോദിക്കാൻ എന്നതൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ പോലീസുകാർ എന്നെ വന്ന് കണ്ട് എന്നോട് സംസാരിക്കണം. അതിനകത്ത് വന്നിട്ട് പിന്നെ ഭാഗികമായ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഏത് പോലീസ് സ്റ്റേഷനിലും ഞാൻ പോകും. ആദ്യം ഇങ്ങോട്ട് വരണം. അതെ, എന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇങ്ങനെ ഒരു പങ്കുണ്ട്, റോളുണ്ട് എന്ന് പോലീസുകാർ എന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഐ വിൽ ഒബേ പോലീസ് ഡയറക്ഷൻ. മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? ഇല്ലെന്ന് സംശയമുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ട്. എങ്ങനെ അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിൻ്റെ വല്ല ചുവടുവയ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. മറ്റു മനസ്സാ വാചാ കർമ്മണ ഞാനുമായി ബന്ധമില്ലാത്തൊരു വിഷയത്തിൽ എന്നെ അതിനകത്ത് കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പൊളിറ്റിക്സാണ്. അറിയാലോ, കത്തെനിക്കാണ്. കത്ത് വായിച്ചു. കത്ത് അന്ന് തന്നെ അതിൻ്റെ ജില്ലാ ഭാരവാഹികളെ നേതാക്കന്മാരെ വിളിച്ചിരുത്തി കത്ത് വായിച്ച് കേൾപ്പിച്ചു. അവരോട് നാളെ തന്നെ യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം യോഗം ചേർന്നു. അത് കുറച്ച് കാലങ്ങളൊക്കെ എല്ലാ പ്രവർത്തനവും കൊണ്ടുപോയത് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അത് അന്ന് വന്ന ദിവസം വായിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ കത്തിൽ ആരെങ്കിലും ഇങ്ങനെ പേരെടുത്തിട്ട് വിമർശിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ? എന്ത് ആരെങ്കിലും പേരെടുത്തിട്ടുള്ള? ഇല്ല. അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാശുകാരികളെ കുറിച്ച് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതിൽ കോൺഗ്രസ് നേതാക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ നേതാക്കളെ വിളിച്ചതും യോഗം ചേരാനും ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടതും ഒക്കെ അതിനടിസ്ഥാനത്തിലാണ്. പ്രസിഡന്റിന് ബോധ്യപ്പെട്ടോ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ട്? അതങ്ങനെ തെറ്റുണ്ട് എന്ന് പറയണ്ടെങ്കിൽ അവരെ സമ്മതിക്കണം. അല്ലാതെ എങ്ങനെയാണ് ഞാൻ സമ്മതിക്കൽ? ഞാൻ അതിനകത്ത് തെറ്റുണ്ടെന്ന് അങ്ങനെ പറയൽ വിത്തൗട്ട് എനി ഹാവിങ് എനി എവിഡൻസ്. ഈ വയനാട് നേതൃത്വത്തിനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം എന്തായാലും അതിനകത്ത് വീഴ്ചയുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പം കോൺഗ്രസിന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ഒരുപാട് പാളിച്ചകളും പോരായ്മകളും ഉണ്ട്. സഹകരണ രംഗത്തെ പ്രവർത്തനത്തിന്, ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അതൊരു വലിയ ഭീഷണിയായി വളർന്നു വരികയാണ്. വരും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ താങ്കൾ, എന്നിട്ടും അവരത് ഗവനിച്ചില്ല എന്നുള്ളതാണോ? അല്ല, അതെല്ലാം കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞതിന് ശേഷമല്ലേ ഞാൻ അവരെന്തൊക്കെ കാണാൻ വരുന്നതും ഞാനിത് പറയുന്നതും. കമ്മീഷൻ വെച്ചിട്ടുണ്ട്. കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങളെ വർക്ക് ചെയ്യും. ഈ അവരുടെ ബാധ്യതയൊക്കെ ഏറ്റെടുക്കുമെന്ന് പാർട്ടി പറഞ്ഞല്ലോ, അത് അക്കാര്യത്തിൽ അത് ന്യായമായ ബാധ്യതകൾ എന്താണെന്നുള്ളത് പഠിച്ചാൽ അത് എന്ത് വേണമെന്ന് ഞങ്ങൾ ആലോചിക്കും. പക്ഷെ അവരെ കൊന്ന ആളുകളെ എടുക്കട്ട്. ഇപ്പം അടുത്ത് പലരും മരിച്ചിട്ടുണ്ടല്ലോ, പലരും CPM-ന്റെ. അവരെ പൈസ എടുത്ത് വീട്ടുകാർക്ക് കൊടുക്കട്ടെ, എന്നിട്ട് ഞങ്ങളെ വീട്ടുകാർക്ക് കൊടുക്കാൻ നിൽക്കുക. ഗോവിന്ദ മാഷോട് ഞാനത് പറഞ്ഞു, നമ്മളെ ആൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട, നിങ്ങളെ ആൾക്ക് കൊടുക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞു. കോൺഗ്രസ് തന്നെ കൊടുത്തോളൂ. ഞങ്ങൾ കൊടുക്കാം. ഞങ്ങളെ ആൾക്കാരെ സംരക്ഷിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള മാനസികാവസ്ഥയുണ്ട്. പറഞ്ഞു കേൾക്കാനാ? നിങ്ങൾ എഴുതി തെളിഞ്ഞ് തുറച്ചല്ലോ, എന്നിട്ട് പിന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാ പറയുന്നത്. എന്ത് ചർച്ചയൊക്കെ നിന്നു? ഇനി ചർച്ചേൻ്റെ ആവശ്യമൊന്നുമില്ല. ചർച്ച ആവശ്യമുണ്ടെങ്കിൽ ചർച്ച നടത്തും. പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂഷനാണ്. ഒരു ദിവസത്തേക്കുള്ള വർക്കല്ല, ഒരു ആഴ്ചത്തേക്കുള്ള വർക്കല്ല, ഒരു മാസത്തേക്കുള്ള വർക്കല്ല. അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ചർച്ചയും അതുപോലെ തുടർന്നുകൊണ്ടിരിക്കും. അത് എത്ര ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾ ഈ പത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ തലക്കകത്തൊന്നുമില്ലേ? ചോദിക്കുന്നതിന് ഉത്തരം പറയാം. അന്ന് എന്തുകൊണ്ടാണ് അന്ന് സമ്മേളനം നടത്താതെ പോയത്? എല്ലാ ആളുകൾക്കും അറിയാം, മാധ്യമങ്ങൾക്കും അറിയാം, തിരുവനന്തപുരത്തെ മുഴുവൻ മാധ്യമങ്ങൾക്കും അറിയാം എന്തുകൊണ്ടാണ് എന്ന്. എന്നിട്ട് നിങ്ങൾ ഈ രീതിയിലൊരു വാർത്തയുണ്ടാക്കി പത്രത്തിൽ ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തറവാടിത്വമില്ലായ്മയാണ്. എല്ലാവർക്കും ഒരു അന്തസ്സില്ലേ, അഭിമാനമില്ലേ, വ്യക്തിത്വമില്ലേ? നിങ്ങൾക്കും വേണ്ടി ആ വ്യക്തിത്വം എന്തെങ്കിലും കള്ളം പ്രചരിപ്പിക്കലാണോ നിങ്ങളുടെ വ്യക്തിത്വം? അതെ, അന്ന് ഒരു AICC ജനറൽ സെക്രട്ടറി ഒരു ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടക്കുമ്പോൾ നമ്മൾ പത്രസമ്മേളനം നടത്തുക. പക്ഷെ അന്ന് ഉച്ചവരെ തിരുവനന്തപുരത്ത് എല്ലാവരും ഉണ്ടായിരുന്നു? ഇല്ല, ഉച്ചവരെ ഇല്ല. ഉച്ചക്ക് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു.
ഞാനൊക്കെ പുറപ്പെട്ടത് ആദ്യം പിന്നെ ഇവിടത്തേക്കാണ്. ജില്ലയിൽ എവിടെയായിരുന്നത്? കോട്ടയത്തായിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു എറണാകുളത്തേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ എറണാകുളത്ത് എത്തുമ്പോൾ തന്നെ 5 മണിയായി. ഈ താങ്കളെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള രീതിയിലാണോ ഈ വാർത്തകളൊക്കെ വരുന്നതിന് പിന്നിൽ പാർട്ടിയിലെ ആളുകൾ തന്നെ ഉണ്ടോ? ശരി, അതെനിക്കറിയില്ല. അത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ എന്തെങ്കിലും വിവരമുണ്ട്, ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തന്നാൽ നിങ്ങളോട് നന്ദിയുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഇത് ഒരു വലിയ ആഡംബരമോ അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും AICC ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എൻ്റെ ഒരു വലിയ സ്വപ്നമോ ഒരു വലിയ ഇതൊന്നുമല്ല പിന്നെ KPCC പ്രസിഡന്റ്, ഈവൻ മുഖ്യമന്ത്രി പോലുമല്ല. ഞാൻ അതിനൊന്നും ശടിക്കാൻ പോകുന്നുമില്ല. എൻ്റെ രാഷ്ട്രീയം CPM-നെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. 6 വയസ്സ് മുതൽ 6, 7, 8 വയസ്സ് മുതൽ ഞാൻ CPM-നെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഫൈറ്റ് ഇപ്പോഴും തുടരും. ആ ഫൈറ്റിൻ്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ്, പ്രവർത്തനമാണ് എൻ്റെ പ്രവർത്തനം. എൻ്റെ ലക്ഷ്യം, എൻ്റെ ടാർഗറ്റ് അതാണ്. അതിനപ്പുറത്ത് എനിക്കൊരു ടാർഗറ്റ് ഒന്നുമില്ല. ഒരു വാക്കേറ്റവും നടന്നിട്ടില്ല. ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കേൾപ്പിച്ചാൽ നിങ്ങളെ പണിയെടുക്കാൻ ഞാൻ അത് വാക്കാ. ഒരു കാര്യം ചോദിച്ചാൽ അതിനൊരു ചോദ്യം ചോദിച്ചാൽ അതെന്നാ തെറ്റ്? അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. മാനമായ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ അനിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അതിനകത്ത് വലിയ പാളിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനല്ല, ആ മീറ്റിംഗിൽ ഇരുന്ന ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങളെ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്ന് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടോ അതിൻ്റെ അകത്ത്?